നമ്മൾ എപ്പോഴും പറയാം ഒരു പൂരം കണ്ടാൽ പോരാ, അഞ്ജലി തീർച്ചയായും പൂരം നേരിട്ട് കാണണം. ഒരു പൂരം കണ്ടാൽ പോരാ, 3, 4, 5 പൂരം കണ്ടാലാണ് പൂരത്തിൻ്റെ മുഴുവൻ ചടങ്ങുകളും നമുക്ക് കാണാൻ കഴിയുക. ഇപ്പം ആനകളെല്ലാം നിരന്നു കഴിഞ്ഞു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി തിരുവമ്പാടി വിഭാഗത്തിന് അവിടെ നിൽക്കുന്നത് 15 ആനകൾ, തലയെടുപ്പുള്ള 15 ആനകൾ അപ്പുറത്തുണ്ട്. പാറേമക്കാവും ഏറെക്കുറെ കുടമാറ്റത്തിന് തയ്യാറായി തന്നെ നിൽക്കുകയാണ്. വ്യത്യസ്തമായ വൈവിധ്യമാർന്ന കുടകൾ അവരെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി കാഴ്ചകളാണ് കാണേണ്ടത്. എന്ത് വിസ്മയമാണ് ഇവരെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇത് മാസങ്ങൾ നീണ്ട ഒരു പ്രയത്നമാണ്. കഴിഞ്ഞ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വൈവിധ്യത്തോടും കൂടി എങ്ങനെ അതിനകത്ത് വൈവിധ്യം ഒരുക്കാം, ഈ കുടകൾ എങ്ങനെ ആളുകളെ ആനന്ദിപ്പിക്കാം, കൗതുകം നൽകാം എന്നുള്ളതാണ് അവരുടെ മനസ്സ് നിറയുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഏറെക്കുറെ കുടമാറ്റ ചടങ്ങുകളിലേക്ക് അതിൻ്റെ പുറകുവശത്തെ ദൃശ്യങ്ങളിൽ കാണാം. ആളുകൾ കുടകളുമായി അതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. ഒരു കുട ഉയർത്തി കഴിയുമ്പോൾ അടുത്തത് അത് വളരെ ലെവിൻ, അത് നമുക്ക് ഈ സത്യത്തിൽ ഈ കുട മാറ്റുന്ന അതേ സ്പീഡിൽ ഈ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു അധ്വാനമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ അവർക്ക് നമ്മളൊരു കൈ കൊടുക്കാൻ തോന്നും. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ആനപ്പുറത്ത് നിൽക്കുന്നത് കുടമാറ്റാൻ നിൽക്കുന്നത് ആനവട്ടവും വെഞ്ചാമരവും കുടയുമായി നിൽക്കുന്നത് 3 പേരാണെങ്കിൽ അതിൻ്റെ ചോട്ടിലുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 7 പേരാണ്. ഒരു കുട കൈമാറിയെടുക്കാൻ ഒരു ഭാഗത്ത്, അതായത് പുതിയ കുട കൈമാറി മുകളിലോട്ട് കൊടുക്കുന്നതിനായി 7 പേരാണ്. തൊട്ട് മറുവശത്ത് ആനയുടെ വലതുവശത്ത് 7 പേർ തന്നെ നിൽക്കുന്നു. ഇതേ കുട കൈമാറി വിടർത്തിയ കുട പിന്നീട് താഴേക്ക് അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരേ സമയത്ത് ഒരു ഏറ്റവും ചുരുങ്ങി നമുക്ക് മുന്നിൽ നിന്ന് കണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് 14 പേരെയാണ്. അല്ലെങ്കിൽ 7, 7, 14 പിന്നെ 3 അങ്ങനെ 17 പേരെയാണ് ഒരു ആനയ്ക്ക് ചുറ്റും ഒരു കുടമാ. പാറേമക്കാവ് ഉയർത്തി അത് രണ്ടുപേരും ചിത്രങ്ങൾ അതിനകത്ത് ഇല്ലേ ആലേഖനം ചെയ്തു. അതെ അതെ അതെ, അത് അലങ്കാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ കുടകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിന്റഡ് കുടകളുണ്ട്, പല രൂപത്തിലുള്ള പല രൂപങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത കുടകൾ. അത്തരത്തിലാണ് പാറമേക്കാവ് വിഭാഗത്തിൻ്റെതെന്നാണ് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത്. അത് തന്നെ ചിത്രങ്ങളാണ് അതിനകത്ത് പ്രാധാന്യം. മറുവശത്ത് തിരുവമ്പാടി ഉയർത്തിയ കുടകളിൽ അലങ്കാരമാണ്. ഇങ്ങനെ അലുക്കുകൾ വെച്ച് അല്ലെങ്കിൽ മറ്റ് അലങ്കാര വസ്തുക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു കുടയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ കഴിയുന്നത്. ഇനി ഇവരുടേതായിട്ടുള്ള പാറമേക്കാവിൻ്റെതായിട്ട് കുടകൾ നോക്കുമ്പോൾ അലുക്കുകൾക്ക് നീളമുള്ള അലുക്കുകൾ കൊണ്ട് അതേപോലെ തന്നെ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് അത്തരത്തിലുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഭംഗി തിരിച്ചറിയണമെങ്കിൽ കുറച്ചുകൂടെ ഒരു കുടയ്ക്ക് അടുത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇത്ര അകലെ നിന്ന് പോലും നമുക്കത് കണ്ടാസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു ക്ലോസ് റേഞ്ചിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാണാനിരിക്കുന്നുള്ളൂ. പാറമേക്കാവിന് എന്താണ് മറുപടി, തിരുവമ്പാടിയുടെ മറുപടി എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പേരും 2 തരത്തിലാണ് അതിനെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾ കൂടുതൽ അലങ്കാര പണികളിലേക്ക് വരുന്നു, ഒരുപാട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തത്, അലങ്കാരങ്ങളുള്ള മറ്റൊരു കുടയും പാറമേക്കാവ്. അതെ അതെ, ആദ്യം തിരുവമ്പാടി ഉയർത്തിയ അലങ്കാര കുടകൾക്ക് മറുപടിയാണ് ഇപ്പോൾ അവർ ഉയർത്തുന്നത് എന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം അവർ ഉയർത്തിയ അലങ്കാര കുടയ്ക്ക് അതേ നിലയിൽ അലങ്കാരങ്ങൾ വെച്ചുള്ള പുതിയ കുട ഉയർത്തിക്കൊണ്ടു അതിനും മറുപടി എന്നുള്ള നിലയിൽ കൂടുതൽ അലങ്കാരങ്ങൾ പ്രകടമാക്കുന്ന മറ്റൊരു കുടയാണ് തിരുവമ്പാടി ഭാഗത്തു നിന്നും ഉയർത്തിയിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നത്, അതായത് ഈ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഒരു ചടങ്ങിൻ്റെയും ഭാഗമല്ല. വടക്കുന്നാഥൻ എന്ന് പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ ശിവന്റെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ. പക്ഷേ ഇതെല്ലാം മൂകസാക്ഷിയാണ്. ഇതെല്ലാം കണ്ട് ഈ ദേവീദേവന്മാർ വരുന്നതും അവരുടെ മേളങ്ങളും അവരെത്തുന്നതും അവരുടെ ചടങ്ങുകളും എല്ലാം കണ്ട് ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ കണ്ട് മൂകസാക്ഷിയായി വടക്കുന്നാഥൻ ഇത് കാണുന്നു എന്നുള്ളതാണ്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കുന്നാഥനിൽ ഒരു ചടങ്ങുമില്ല. പക്ഷെ ഇതിനെല്ലാം വേദി ഒരുക്കി കൊടുക്കുന്നത് വടക്കുന്നാഥൻ. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൂജ പോലുമോ അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങ് പോലുമോ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂര ദിവസങ്ങളിൽ നടക്കാറില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം ഭാഗം, ഇതിൻ്റെ എല്ലാ നേതൃത്വം നൽകുന്നത് വടക്കുന്നാഥൻ ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വടക്കുന്നാഥനും മൂകസാക്ഷിയായി നിന്നുകൊണ്ട് ഈ കുടമാറ്റം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാറമേക്കാവ് അല്പം കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട കൂടി, അതിനകത്തും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതന്നെ, അങ്ങനെ എന്തെല്ലാം വ്യത്യസ്തതകളാണ് ഇവർ ഇനി വരുത്തുന്നത് എന്നുള്ളത്. മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള കുടകൾ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ സന്ധ്യയും തൊട്ട് പിന്നാലെ അതെ, പല നിറങ്ങളും വർണ്ണങ്ങളും കൊണ്ടുള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ആവേശത്തോടു കൂടി നടത്തേണ്ടിയിരുന്ന ഒരു കുടമാറ്റം അത് ഈ നിലയിലേക്ക് ചുരുങ്ങി എങ്കിൽ പോലും അതിൻ്റെ അത് കണ്ണുകൾക്ക് നൽകുന്ന ഒരു കാഴ്ച വിസ്മയം, അത് ഒട്ടും ആ കാര്യത്തിൽ ഒട്ടും രൂപം ആലേഖനം ചെയ്ത കുടയാണ് പാറമേക്കാവിൻ്റെത്. ഈ